ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നീരുദോശ. രണ്ട് രീതിയിൽ നീരുദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്ത് മുഴുവനായിട്ടൊന്ന് കാണണേ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ നീരുദോശ തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതുപോലെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അളവിനായിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഈ ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാനിപ്പം എടുക്കുന്നത്. നമ്മൾ സാധാരണ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ആ പച്ചരി കൊണ്ടാണ് നമ്മൾ നീരുദോശ ഉണ്ടാക്കുന്നത്. ആദ്യം തന്നെ ഈ അരി ഒരു 2-3 പ്രാവശ്യം നന്നായിട്ട് കഴുകിയെടുക്കണം. കഴുകിയെടുത്ത അരിയിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മൂടി ഒരു 5 തൊട്ട് 6 മണിക്കൂർ ഇത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിപ്പോൾ ഒരു 6 മണിക്കൂർ പച്ചരി സോക്ക് ചെയ്തെടുത്തു. അതിലേക്ക് ഇനി നമുക്ക് ഒരു കുറച്ച് ചിരകിയ തേങ്ങയും 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. സാധാരണ നീർദോശ ഉണ്ടാക്കുമ്പം ഉപ്പും പച്ചരിയും മാത്രം അരച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളൊരു കുറച്ച് തേങ്ങയും ചേർത്ത് 1 സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ചേർത്തിട്ട് നമ്മൾ നീർദോശ ഉണ്ടാക്കാൻ നേരത്ത് നീർദോശ ഒന്നിനൊന്നും ഒട്ടിപ്പിടിക്കത്തില്ല. അതുപോലെ തന്നെ തേങ്ങ ചേർത്ത് നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ ജാറിൻ്റെ അകത്തേക്ക് ഇട്ട് നല്ല ഫൈനായിട്ട് തന്നെ നമ്മളിത് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ ഇച്ചിരി വെള്ളം കൂട്ടി അരച്ചാലും കുഴപ്പമൊന്നുമില്ല, വെള്ളം കുറച്ച് അരച്ചാലും കുഴപ്പമില്ല. നീർദോശയ്ക്ക് ഇച്ചിരി നല്ലപോലെ നമ്മൾ വെള്ളം ചേർത്തിട്ടാണല്ലോ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാൻ പോകും. ഒട്ടും തന്നെ തരി ഉണ്ടാകാൻ പാടില്ല. എത്ര നൈസായിട്ട് നമുക്ക് അരി അരയ്ക്കാൻ പറ്റുമോ അത്ര നൈസായിട്ട് അരച്ചാലാണ് നമുക്ക് നീരുദോശ നല്ല സോഫ്റ്റായിട്ട് കിട്ടുക. അരച്ചെടുത്ത മാവ് വേറെ ഒരു പാത്രത്തിലേക്ക് ഞാനിപ്പോൾ മാറ്റി കൊടുക്കുവാണ്. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് ഞാനിപ്പോൾ അരച്ചത്. ഇനി മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ നമ്മൾ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കണം. ആ അളവിൽ വേണം വെള്ളം ചേർത്ത് കൊടുക്കാൻ. ഇതിപ്പോൾ ഞാൻ മിക്സ് ചെയ്തു. കുറച്ചുകൂടെ വെള്ളം വേണം. വെള്ളം കുറച്ചുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ പറഞ്ഞല്ലോ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം നമ്മൾ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇനി ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ച് പാൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പം കുറച്ച് എണ്ണ ഇതുപോലെ ഒന്ന് തടവി കൊടുക്കാം. നോൺ സ്റ്റിക്ക് പാനാണെങ്കിൽ എണ്ണ വേണമെന്നില്ല, പക്ഷേ എണ്ണ ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുത്താൽ നമുക്ക് അത് ഒട്ടാതെ നല്ല നീറ്റായിട്ട് നമുക്ക് നീർദോശ എടുക്കാൻ പറ്റും. എന്നിട്ട് മാവ് ഒഴിച്ച് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഗ്യാപ്പുള്ള സ്ഥലത്തൊക്കെ കുറച്ച് മാവ് ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ട് ഇത് കവർ ചെയ്ത് ഒരു 2 സെക്കൻഡ് വെന്താൽ മതി. ഇത് കണ്ടോ, ഒരു 2 സെക്കൻഡ് ആയി കഴിയുമ്പോഴത്തേനും നമ്മുടെ നീരുദോശ നന്നായിട്ട് വെന്ത് കിട്ടും. ഇത് അധികം കനമൊന്നും ഇല്ലല്ലോ, കനം കുറച്ചാണല്ലോ നമ്മൾ ചുട്ടെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് വെന്ത് കിട്ടും. ഇനി നമുക്ക് ഈ നീരുദോശ ഇതുപോലെ എടുത്ത് വേറെ പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് മാറ്റി കൊടുത്ത് ഒന്ന് ചെറുതായിട്ട് തണുത്ത് കഴിയുമ്പം വേണം നമ്മളതൊന്ന് ഫോൾഡ് ചെയ്ത് വേറെ ഹോട്ട് ബോക്സിലേക്കോ അല്ല വേറെ പാത്രത്തിലേക്കോ ഒന്ന് മാറ്റി കൊടുക്കാൻ. അപ്പം ഒന്നിനൊന്ന് ഒട്ടാതെ നല്ല നീറ്റായിട്ടുള്ള നീരുദോശ നമുക്ക് കിട്ടും. ഇതുപോലെ 4ആയിട്ട് മടക്കി നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി രണ്ടാമത്തെ രീതിയിൽ നീരുദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാവേ. ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ളൊരു നീരുദോശയുടെ റെസിപ്പിയാണ്. ഞാൻ ഇതുപോലെ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ് പച്ചരി നന്നായി കഴുകി 6 മണിക്കൂർ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ അരി ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു വെള്ളരിക്ക എടുക്കണം. ഒരു 3 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരി നന്നായിട്ട് കഴുകി ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് ആ വെള്ളരിക്ക ഇതുപോലെ ചെറുതായി കഷ്ണങ്ങളാക്കി ഈ അരിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പം ഭയങ്കര ചൂടാണല്ലോ, ചൂട് സമയത്ത് നമുക്ക് ഇതുപോലെ നീർദോശ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ശരീരത്തിന് തണുപ്പുമാണ്. അപ്പം ഞാൻ വെള്ളരിക്ക ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമ്മളൊരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതും ഒന്ന് ഇതുപോലെ മുറിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പച്ചമുളക് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. ഒത്തിരി എരിവ് ആകാൻ പാടില്ല, ഒരു ലൈറ്റ് ഒരു എരിവിൻ്റെ ടേസ്റ്റ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണേ,
തന്നെ തരി ഉണ്ടാകാൻ പാടില്ല. തരി ഇല്ലാതെ നല്ല നൈസായിട്ട് തന്നെ നമ്മൾ അരച്ചെടുക്കണം. അരച്ചെടുത്ത മാവ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഞാനിപ്പം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മിക്സിയിലെ ജാറൊക്കെ കഴുകി വെള്ളം ചേർത്ത് നമ്മൾ നീരുദോശയ്ക്ക് ചേർക്കുന്ന പോലെ തന്നെ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചിട്ട് ഇനി നമുക്കിത് നീരുദോശ പെട്ടെന്ന് തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മൾ വെക്കേണ്ട നേരമൊന്നുമില്ല. അരച്ചെടുത്ത ഉടനെ തന്നെ പാനൊന്ന് ചൂടായി കഴിയുമ്പം അതിലേക്ക് കുറച്ച് എണ്ണ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ട് ഈ മാവ് ഒഴിച്ച് നമ്മൾ നീരുദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇതുകൊണ്ട് ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് നമ്മൾ സ്പ്രെഡ് ചെയ്താൽ മതി. നമ്മൾ വെള്ളരിക്കയൊക്കെ ചേർത്തണം മാവ് കുറച്ച് തിക്കായിട്ടുണ്ടാവും. എന്നിട്ട് ഇത് മൂടി വെച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മറിച്ചിട്ട് 2 സൈഡും ഒന്ന് ക്രിസ്പി ആക്കി എടുക്കാം. വേണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി ഇതുപോലെ ബാക്കിയുള്ള മാവ് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി നീരുദോശയാണിത്. ഇവിടെയൊക്കെ മംഗലാപുരത്തൊക്കെ ഇതിന് കുക്കുംബർ ദോശ അല്ലെങ്കിൽ തെക്കര ദോശ എന്ന് പറയും. ഈ വേനൽക്കാലത്ത് നല്ല ചൂടുള്ള സമയത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാം, ഇല്ലെങ്കിൽ ചൂട് ചായയുടെ കൂടെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.